പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 215 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ജെർമൈൻ കസിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ ജോസഫ് കഫാസോയെ കുറിച്ചാണ്. 1811 കാസ്റ്റൽ നുവോയിലെ ദേവഭക്തരായ മാതാപിതാക്കളുടെ മകനായിട്ടാണ് വിശുദ്ധ ജോസഫ് കഫാസോ ജനിച്ചത്. തന്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ വിനോദങ്ങളിൽ ജോസഫ് ഒട്ടും തന്നെ താല്പര്യം കാണിച്ചിരുന്നില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും മറ്റു ഭക്തിപരമായ കാര്യങ്ങളിൽ മുഴുകുന്നതും ആനന്ദമായി കണ്ടിരുന്ന അവൻ ദൈവത്തോട് കൂടിയായിരിക്കുവാനാണ് ആഗ്രഹിച്ചിരുന്നത്. ജോസഫിന് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അവൻ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. പഠിച്ച സ്കൂളിലും സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും അവന്റെ നിഷ്കളങ്കതയും ധീരതയും എളിമയും നിയമങ്ങളോടുള്ള അനുസരണയും പ്രാർത്ഥനയിലുള്ള ഭക്തിയും അവനെ മറ്റുള്ളവരുടെ ബഹുമാനത്തിന് അർഹനാക്കി. മറ്റൊരു അലോയ്സിനോസ് ഗോൺസാഗയായിട്ടാണ് ചരിത്രകാരന്മാർ പലപ്പോഴും വിശുദ്ധനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. വിശുദ്ധന്റെ പൗരോഹിത്യ പട്ട സ്വീകരണത്തിന് അധികം നാളുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ പുരോഹിത ശ്രേഷ്ഠനായ അലോയ്സിനോസ് ടൂറിനിലെ ഫ്രാൻസിസ് അസീസിലെ ദേവാലയത്തോടനുബന്ധിച്ച് ഒരു സെമിനാരി സ്ഥാപിക്കുകയും അവിടെ യുവ പുരോഹിതരെ തങ്ങളുടെ ദൈവവിളിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ജാൻസനിസം എന്ന മതവിരുദ്ധവാദത്തിന്റെ തെറ്റുകളെ പ്രതിരോധിക്കുവാൻ സജ്ജരാക്കുകയും ചെയ്തു. ജോസഫ് അവിടെ ഒരു അധ്യാപകനായി നിയമിതനാവുകയും അതിന്റെ സ്ഥാപകന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. സെമിനാരിയുടെ തലവൻ എന്ന നിലയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോസഫ് ഫാദർ ഹുവാല തുടങ്ങിയ വെച്ച ക്ലേശകരമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കി. ജാൻസനിസത്തിന്റെയും മറ്റുള്ള നവോത്ഥാനകരുടെയും വിനാശകരമായ സിദ്ധാന്തങ്ങളെ ജോസഫ് വേരോടെ തന്നെ പിഴുതുമാറ്റുകയും ക്രിസ്തീയ പരിപൂർണതയിലേക്കുള്ള മാർഗങ്ങളായ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിന്റെയും വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെയും പ്രബോധനങ്ങളെ പുനർജീവിക്കുകയും ചെയ്തു. വിശുദ്ധൻ പുരോഹിതനായിരുന്നിടത്തോളം കാലം തന്നിൽ നിക്ഷിപ്തമായ ചുമതലകളെ സ്വർഗീയ പിതാവ് വിശുദ്ധനെ നേരിട്ട് ചുമതലപ്പെടുത്തിയ പോലെ സ്ഥിരതയോടും ആത്മാർത്ഥതയോടും കൂടി നിർവഹിച്ചു. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനായി വിശുദ്ധൻ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു. വിശുദ്ധ കുർബാന മുടക്കാതിരിക്കുവാൻ അദ്ദേഹം വിശ്വാസികളോട് സ്ഥിരമായി അഭ്യർത്ഥിക്കുമായിരുന്നു. ചെറുപ്പം മുതൽക്കേ തന്നെ വിശുദ്ധനെ പരിശുദ്ധ മാതാവിനോട് പ്രത്യേകമായൊരു ഭക്തിയുണ്ടായിരുന്നു. മക്കളുടേതിന് സമാനമായ ഭക്തിയോടുകൂടി പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാൻ വിശുദ്ധൻ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. തന്റെ ആവേശം വിശുദ്ധൻ അൾത്താര ശുശ്രൂഷകൾക്കും പകർന്നു കൊടുത്തു. കർത്താവിനായി ആളുകളെ മാനസാന്തരപ്പെടുത്തുവാൻ വിശുദ്ധൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. കൂടാതെ വിശുദ്ധ ജോസഫ് കഫാസോക്ക് ആത്മീയ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വെച്ച് പുലർത്തി. അനാഥർക്കും നിർധനർക്കും രോഗികൾക്കും തടവിൽ കഴിയുന്നവർക്കും വിശുദ്ധന്റെ ഹൃദയം തുടിച്ചു. കഠിനമായൊരു പ്രവൃത്തിയും പൂർത്തിയാക്കാതെ വിശുദ്ധൻ ഒഴിവാക്കിയിരുന്നില്ല. തന്റെ ഉപദേശങ്ങളാലും സഹായങ്ങളാലും വിശുദ്ധൻ തന്റെ പ്രിയ ശിഷ്യനായിരുന്ന ഡോൺ ബോസ്കോയെ ദി സൊസൈറ്റി ഓഫ് സെന്റ് ഫ്രാൻസിസ് സഭ സലേഷ്യൻ സഭ സ്ഥാപിക്കുവാനായി പ്രോത്സാഹിപ്പിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തുന്നതിനായി വിശുദ്ധൻ തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു. വിശുദ്ധന്റെ സ്നേഹം അവരുടെ പിടിവാശിയെ കീഴടക്കുകയും അവരെ ദൈവമായി അടുപ്പിക്കുകയും ചെയ്തു. വിശുദ്ധൻ അവരെ അവരുടെ കൊലക്കളം വരെ അനുഗമിച്ചിരുന്നു. ആ മരണത്തെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള താൽക്കാലിക മരണമായിട്ടാണ് വിശുദ്ധൻ കണക്കാക്കിയിരുന്നത്. ഇത്തരം മഹത്തായ കാര്യങ്ങൾ ചെയ്യുകയും എല്ലാവരുടെയും ആദരവിന് പാത്രമായതിനു ശേഷം 1860 ജൂൺ 23 തന്റെ 49ാമത്തെ വയസ്സിൽ സഭാപരമായ കൂദാശകൾ കൊണ്ട് സ്വയം തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷം വിശുദ്ധൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. ജോസഫ് കഫാസോയുടെ നന്മയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളും കണക്കിലെടുത്ത് 1925 പിയൂസ് 11 പാപ്പ വിശുദ്ധനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി. 1947 പിയൂസ് 12 പാപ്പ ജോസഫ് കഫാസോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ മുഖത്ത് നോക്കി സത്യം സത്യമായി പറയുന്നവരോട് ചിലപ്പോൾ നമുക്ക് വെറുപ്പ് തോന്നാം. പക്ഷെ ഓർക്കുക, അവർ ഒരിക്കലും ചിരിച്ചുകൊണ്ട് നമ്മളെ ചതിക്കില്ല. ഒരുപാട് സ്നേഹിച്ചവർ ഒപ്പം ജീവിക്കാറില്ല. ഒപ്പം സ്നേഹിക്കുന്നവർ ഒരുപാട് സ്നേഹിക്കാറുമില്ല. ഒരുപാട് സ്നേഹിച്ച് ഒപ്പം ജീവിക്കുന്നവർ ഒരുപാട് നാൾ ജീവിക്കാറുമില്ല. സ്വജീവിതത്തെ ശരിയായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ലോകത്തെയും സ്നേഹിക്കാനാകൂ. കാരണം നമ്മളില്ലെങ്കിൽ പിന്നെ എന്ത് ലോകം? അക്ഷരങ്ങൾ നിർത്തിവെച്ച് നമുക്ക് എന്തും വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്. എത്ര തവണ പരാജയപ്പെട്ടാലും പിന്നെയും പിന്നെയും പരിശ്രമിക്കുന്നവനും മനസ്സിൽ പരാജയം സമ്മതിക്കാത്തവനുമാണ് യഥാർത്ഥ വിജയി. ഞാൻ മറന്നുപോയി എന്ന വാക്കുകൾ കൊണ്ട് ഒരുപാട് പേരെ കബളിപ്പിക്കാം. ഞാൻ കണ്ടില്ല എന്ന വാക്കുകൾ കൊണ്ട് ഒരാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാം. ഞാൻ അറിഞ്ഞില്ല എന്ന വാക്കുകൾ കൊണ്ട് പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുത്താം. എന്നാൽ ഞാൻ കണ്ടു എന്ന ഒരു വാക്കുകൊണ്ട്
ഒരു നിരപരാധി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. ഏവർക്കും നന്ദി.